സദൃശ്യവാക്യങ്ങൾ 16-ാം അധ്യായം 28-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: ഏഷണിക്കാരൻ മിത്രങ്ങളെ ഭിന്നിപ്പിക്കുന്നു. നമ്മുടെ ഉയർച്ചയിലും കഴിവിലും ബുദ്ധിയിലും സാമർഥ്യത്തിലും വ്യക്തിത്വത്തിലുമൊക്കെ മറ്റുള്ള ആളുകൾക്ക് അസൂയ തോന്നുന്നത് സ്വാഭാവികമാണ്. ശത്രുക്കളാവാൻ പ്രത്യേകിച്ച് നാം ഒരു കുറ്റവും ചെയ്യണമെന്നില്ല. അതുകൊണ്ട് നമ്മെ മാനസികമായി അവർ തകർക്കുവാനും നമ്മുടെ ശ്രദ്ധയെ മാറ്റി നമ്മുടെ പുരോഗതിയെ തടയാനുമൊക്കെയായിട്ടാണ് പലപ്പോഴും ആളുകൾ നമ്മളെക്കുറിച്ച് ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കി പരദൂഷണം പറഞ്ഞു പരത്തുകയൊക്കെ ചെയ്യുന്നത്. സദൃശ്യവാക്യങ്ങൾ 25-ാം അധ്യായം 23-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: ഏഷണി വാക്ക് കോപഭാവത്തെ ജനിപ്പിക്കുന്നു. ഈ ഏഷണി പറഞ്ഞുകൊണ്ടുവരുന്ന ആളുകളാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ദോഷം പ്രവർത്തിക്കുന്നത്. നമ്മളൊരിക്കലും മനസ്സറിയാത്ത കാര്യങ്ങൾ മറ്റുള്ളവർ പറഞ്ഞു എന്ന് നമ്മൾ വിശ്വസിക്കുമ്പോൾ നമുക്ക് അവരോട് കോപമുണ്ടാകും. ചിലപ്പോൾ ഒരാൾ അല്ലെങ്കിൽ 2 പേർ ചേർന്ന് പറയുന്ന പരദൂഷണമായിരിക്കും നമ്മുടെ ചെവിയിൽ വന്നിട്ട് എല്ലാവരും പറയുന്നു എന്നുള്ള രീതിയിൽ നമ്മളെ ധരിപ്പിക്കുന്നത്. ഇത് നമ്മൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മൾ എല്ലാവരും അങ്ങനെയാണ് നമ്മളെ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് എന്ന് വിചാരിച്ച് നമ്മൾ ഒരുപാട് വേദനിക്കാൻ ഇടയാകും. അതുകൊണ്ട് ഇങ്ങനെയുള്ള പരദൂഷണം പറയുന്ന ആളുകളെ പാടെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒഴിവാക്കണം.